ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? രാവിലത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടല്ലോ. രാവിലെ ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈശാൻകുട്ടിന് കൊടുത്തുവിടാൻ വേണ്ടി കാടമുട്ട ഉണ്ടല്ലോ, അതിനെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈശാൻകുട്ടിന് ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ലഞ്ചിൽ കൊടുക്കുന്നത്. അപ്പം ഈശാൻകുട്ടിയൊക്കെ കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അപ്പം അവന് എൻ്റെ ബുക്സൊക്കെ എടുത്ത് ബാഗിൽ വെക്കണം. അവൻ തന്നെയാണ് കേട്ടോ ബാഗിൽ ബുക്സും ടെക്സ്റ്റും ഒക്കെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ രാവിലെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനതെല്ലാം എടുത്ത് വെക്കുകയാണ്. യൂണിഫോമൊക്കെ ഇട്ട് യൂണിഫോമൊക്കെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതൊരു പ്രശ്നമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചോളും. രാവിലെ 7:50 ബസ് വരുമ്പോൾ തൊട്ട് 6:30 ആകുമ്പോൾ തന്നെ കുഞ്ഞ് എഴുന്നേറ്റ് റെഡിയാവും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് കുളിപ്പിക്കുന്ന കാര്യത്തെ മാത്രം നമ്മൾ നോക്കണം. കുളിപ്പിക്കുന്ന കാര്യം മാത്രം അയാൾ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവത്തില്ല. കുളിച്ചോളും, പക്ഷേ ശരിയാവത്തില്ല കേട്ടോ. ഉള്ള വെള്ളം എല്ലാം കൂടെ വാരി വീഴ്തെറി ഭയങ്കര ബഹളമായിരിക്കും. അതുകൊണ്ട് കുളിപ്പിക്കുന്നത് നമ്മൾ കുളിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് വന്ന് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അയാൾ റെഡി ആയിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ബാഗിൽ ടെക്സ്റ്റും പുസ്തകങ്ങളും എല്ലാം പറക്കി വെക്കുന്നുണ്ട്. പേപ്പർ ബുക്സൊക്കെ കുറച്ച് കൂടുതൽ കൊണ്ടുപോകണം കേട്ടോ. എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. ചോറ്, മുട്ട പൊരിച്ചത്, ബീട്രൂട്ട് തോരൻ ഇത്രയും വെച്ചിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് കൊടുക്കുന്നത് നമ്മുടെ വെറും പുളി ഉണ്ടല്ലോ, വെറും പുളി അതാണ് പറയുന്നത്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ആയിട്ട് ഒരു ലഡുവും ഒരു കേക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. ലഡു അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഞാൻ ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കും. എപ്പോഴൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല, വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൻ്റെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട്. നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ഈശാൻകുട്ടിൻ്റെ ലഞ്ച് ബാഗിലൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രാവിലത്തെ ഇച്ചിരി ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ഭയങ്കര ധൃതിയാണ്. നമുക്ക് അടിപിടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാനുള്ള ടൈം കിട്ടാറില്ല. പിന്നെ ഞാനിന്ന് എന്തായാലും എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തതാണ് കേട്ടോ. പിന്നെ കുഞ്ഞിൻ്റെ എന്താ പറയുക, ലഞ്ചൊക്കെ പൊതിഞ്ഞ് ലഞ്ച് ബാഗിൽ വെക്കുന്നുണ്ട്. ലഞ്ച് ബാഗിൽ വെച്ചു, സ്നാക്സ് വെച്ചു, വെള്ളം വെച്ചു, ഇതെല്ലാം വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ തിരിഞ്ഞു പോയി. അതായത് സിബ് വരുന്നിടത്ത് വേണം അവന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും ഇതിനെ തിരിച്ചപ്പോൾ സിബ് തുറക്കുന്ന സമയത്ത് അവന് വെള്ളം എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്, അവൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ശങ്കുട്ടൻ തണ്ടേ പോകാൻ വേണ്ടി റെഡിയാക്കിയാണ്. പോകുന്ന സമയത്തും വണ്ടി എടുത്ത് കളിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവനെ ബസ്സിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ രാവിലെ. ഇപ്പം രാവിലെ തന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവനെ കൊണ്ടുവിടുന്നതിന് മുന്നെയാണ് ഞാൻ കുളിച്ച് റെഡി ആവും കേട്ടോ. കാരണം എനിക്ക് പോകാനുള്ളതല്ലേ, വന്നിട്ട് എനിക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് തന്നെ. അങ്ങനെ തന്നെ അവനെ കൊണ്ട് ഞാൻ പോവാണ്, ബസ് കയറ്റി വിടാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ നടന്നു. അപ്പോൾ അവന് വീഡിയോയ്ക്കകത്ത് വരണ്ടാന്നും പറഞ്ഞ് ഒളിച്ച് കളിച്ചാണ് പോകുന്നത്. പിന്നെ ഈശാൻകുട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഇവിടുത്തെ പട്ടി. അവനാണെങ്കിൽ ഈശാൻകുട്ടനെ കൊണ്ടുവിടാൻ വേണ്ടി എന്നും ബസ് സ്റ്റോപ്പ് വരെ വരും. അതുപോലെ തിരിച്ച് അവനെ വിളിക്കാനും വരും കേട്ടോ. അങ്ങനെ അവൻ ഇന്നും കാത്ത് നിൽക്കുകയാണ് കറക്റ്റ് ടൈമിൽ. നമ്മൾ എത്തിയപ്പോഴത്തേനും നമ്മുടെ ബസ് വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ബസ്സിലോട്ട് കയറി കേട്ടോ. പെട്ടെന്ന് ഈശാൻകുട്ടനെ ഞാൻ ബസ്സിലോട്ട് കയറ്റി വിട്ട് ഞാൻ തിരിച്ചു വരുവാണ്. ഇനിയിപ്പോൾ എനിക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ റെഡി ആവണം. എനിക്ക് ജോലിക്ക് വരണം കേട്ടോ.